ബോയിങ് വിമാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം. പ്രത്യേകിച്ചും ബോയിങ് 747 എന്ന മോഡൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു വാണിജ്യ എയർലൈനറാണ്. അത് ഓരോ സെക്കൻഡും 4 ലിറ്റർ എണ്ണയാണ് പറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ 10,000 ലിറ്റർ എണ്ണ അതിനാവശ്യമുണ്ടാകും. അതിന് എൻജിൻ വളരെ വലിയ എൻജിനാണ്, വളരെ ശക്തമായിട്ടുള്ള എൻജിനാണ്. കാരണം ഇത്രയും ഭാരമുള്ള വിമാനത്തിന്, അതായത് 500 ടൺ 800 ടണ്ണൊക്കെ ഭാരമാണ് ഈ വിമാനത്തിലുള്ളത്. അതിനെ ആകാശത്തേക്ക് ഉയർത്തുകയും ലാൻഡ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമായതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള എൻജിനാണ്. അതിന് ചിറകുകളിലാണ് ഈ എണ്ണ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, ഫ്യൂവൽ. അത് ദീർഘമണിക്കൂറുകൾ ചിലപ്പോൾ ആകാശത്ത് നിൽക്കേണ്ടി വരും. പുതിയ എൻജിനുള്ള വിമാനങ്ങൾ കുറച്ചും കൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റാണ്. അപ്പോൾ ദീർഘമായിട്ടുള്ള യാത്രകൾ ഇത് ഒരുപാട് ഫ്യൂവൽ ഉപഭോഗം ചെയ്യും. അപ്പോൾ സെക്കൻഡിൽ 4 ലിറ്റർ ഫ്യൂവൽ ഉപഭോഗം ചെയ്യുന്ന ഈ വിമാനം ഒരു മണിക്കൂർ 14,000 ലിറ്ററാണ് ഉപഭോഗം ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം എണ്ണ അത് കുടിക്കുന്നുണ്ട്. എന്നാലേ ഇത്രയും വേഗത്തിൽ ഇതിന് ആകാശത്തൂടെ യാത്ര ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ ചിറകിന് എന്തെങ്കിലും കേടുപറ്റിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. വിമാനം വളരെയധികം അപകടം നടന്നിട്ടുള്ള ഒരു യന്ത്രം കൂടെയാണ്. കാരണം അതിൻ്റെ ചിറകിലാണ് അതിൻ്റെ എണ്ണ മുഴുവനും ഇരിക്കുന്നത്. ചിലപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് ഈ ചിറകിലുള്ള എണ്ണ കുറച്ചൊക്കെ ഊറ്റിക്കളയും. അത് ആകാശത്തോട് വെച്ച് അങ്ങ് പോവും. അപ്പോൾ അതിൻ്റെ എൻജിനും അതിൻ്റെ ചിറകുകളും ആണ് വിമാനത്തിൻ്റെ ഹൈലൈറ്റ്, അതിൻ്റെ റിമോട്ട് കൺട്രോൾ. ലോകം ഇന്ന് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് എൻജിനാണ് ബോയിങ് 747 വിമാനത്തിൽ ഇരിക്കുന്ന എൻജിൻ. ഒരു വലിയൊരു പവർ ഹൗസ് ആണ് ഈ എൻജിൻ. അതുപോലുള്ള 2 ടർബൈൻ മതി നമുക്ക് കേരളത്തിലുള്ള എല്ലാ വീടുകളിലും വൈദ്യുതി സപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ എൻജിൻ്റെ ശക്തി. അപ്പോൾ ബോയിങ് 747 വിമാനവും അതിൻ്റെ എണ്ണ ഉപഭോഗവും ഒരു അത്ഭുതം തന്നെയാണ്.